വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൺ ലക്കി ഫ്രണ്ട്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് മഞ്ചാടി കണ്ടു ഗൈസ്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്ത് വെച്ച മഞ്ചാടികളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് മഞ്ചാടി പെറുക്കാൻ പോകാൻ വന്നേ. അപ്പോൾ ഇതാണ് ഗൈസ് മഞ്ചാടി, കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നും പോയി നോക്കാമെന്ന്. അപ്പോൾ നമുക്ക് മഞ്ചാടി പെറുക്കാൻ പോവാം. അവിടെ മഞ്ചാടി ഉണ്ടെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ മഞ്ചാടി മരമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ മഞ്ചാടിയുള്ള കാട് ഗൈസ്. കാടല്ല, ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് തൊടു എന്ന് പറയും. അപ്പോൾ ഗൈസ് മഞ്ചാടി മരം അതാണ് ഗൈസ്. അവിടെ മഞ്ചാടി പാമ്പൊക്കെ ഉണ്ട് ഗൈസ് മഞ്ചാടി മരത്തുമേ. അപ്പോൾ നമുക്ക് നിലത്തൊക്കെ തപ്പി നോക്കാം ഗൈസ്, ഇവിടെ എവിടെയെങ്കിലും മഞ്ചാടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മഞ്ചാടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തപ്പി നോക്കാം. മഞ്ചാടി വെച്ച് കണക്ക് പഠിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ മഞ്ചാടി എടുക്കുന്നത് വെറുതെ കളിക്കാനാണ്. നമുക്കിവിടെ മഞ്ചാടിക്ക് ഇങ്ങനെ തപ്പാണ് ഗൈസ്. ഇവിടെ ഒരു മഞ്ചാടി ഉണ്ട്. എനിക്ക് ഫസ്റ്റ് ഒരു മഞ്ചാടി ഇവിടുന്ന് കിട്ടി. പിന്നെ ഗൈസ് അവിടെ ഇങ്ങനെയായിട്ടൊരു മഞ്ചാടി കാണുന്നുണ്ട്. കണ്ടപ്പോൾ 2 മഞ്ചാടിയായി. ഇനിയിപ്പോൾ ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യാം, പക്ഷേ എന്ത് ക്രാഫ്റ്റ് ചെയ്യാമെന്നറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഗൈസ് നമുക്കിപ്പോൾ 2-3 മഞ്ചാടി കിട്ടി. അതിലൊരു മഞ്ചാടി എടുക്കുമ്പോൾ ഞാൻ ഈ ഒരു സാധനം കണ്ടു ഗൈസ്, മഞ്ചാടി പാമ്പ് ഗൈസ്. നിലത്ത് വീണ് കിടക്കുന്ന കാറ്റത്ത് പറന്ന് ഇവിടെ വന്ന് വീണാന്ന് തോന്നുന്നത്. ഇതൊരു 2 മഞ്ചാടി പാമ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിന് നിങ്ങളെന്താ പറയില്ല, നിങ്ങൾ പറയേണ്ടി ഗൈസ്, കമൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടെ മഞ്ചാടി പാമ്പ്. അത് മഞ്ചാടി ഉണ്ട് ഗൈസ്, അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കുന്നുണ്ട്, നമുക്ക് പോവും. തിരിച്ച് വരുമ്പോൾ അവിടെ നിന്ന് മഞ്ചാടിക്ക് പറക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ എടുക്കാം. അപ്പോൾ ഈ 3 ഞാൻ എൻ്റെ പോക്കറ്റ് ഇടാം. എന്നിട്ട് നമുക്ക് ഇനി അത് കണ്ടുപിടിക്കാം ഗൈസ്. ഇതാക്കണം ഇവിടെ 3 നല്ല ചുവപ്പ് മഞ്ചാടി ഗൈസ്. ചില മഞ്ചാടി കേടുന്നാണ്ട് കറുപ്പൊക്കെ ആയിട്ടുണ്ടാവില്ല. ഇത് നല്ല മഞ്ചാടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗൈസ്. ഇവിടെ ഒന്നുണ്ട്. ഞാൻ ഒന്നെടുക്കാൻ പോകുമ്പോൾ വേറൊന്ന് കാണാം, അതെടുക്കുമ്പോൾ വേറൊന്ന് കാണാം, അങ്ങനെ ഇങ്ങനെ കുറേ കാണും ഗൈസ്. ഉണ്ടോ ഒന്ന് നമുക്ക് തപ്പി നോക്കാം ഗൈസ്. ചമലിൻ്റെ അടിയിലൊക്കെ ഒളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും ഈ മഞ്ചാടി. കുറേ ദിവസം ഞാൻ വന്നിട്ട് അതുകൊണ്ട് കുറേ ഉണ്ട് ഗൈസ് മഞ്ചാടികൾ. പിന്നെ ഇവിടെ കുറേ മഞ്ചാടിയെല്ലാം ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ ദിവസമായി മഞ്ചാടി പതുക്കാൻ വന്നിട്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ മഞ്ചാടി ഉണ്ടാകുമോയെന്ന് അറിയാതെ വന്നതായിരുന്നു, പക്ഷെ മഞ്ചാടി ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് എവിടെയുള്ളത് തപ്പി നോക്കാം ഗൈസ്. മഞ്ചാടി ഇതിൻ്റെ നേരെ മുകളിലാണ്, പക്ഷെ മുകളിൽ ഈ തെങ്ങിൻ്റെ ഓലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നേരെ മുകളിലേക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഗൈസ്. നേരെ മുകളിൽ കാണാൻ കഴിയില്ല ഗൈസ്. മഞ്ചാടി എടുക്കുമ്പോൾ മഞ്ചാടി ചാടിപ്പോകുന്നു ഗൈസ്. നമുക്കിവിടെ എവിടെയെങ്കിലും മഞ്ചാടി ഉണ്ടോ ഒളിച്ചൊക്കെ ഉണ്ടോ കാണുന്നു നോക്കാം. ഞാൻ വെറുതെ ഒന്ന് കാര്യമായിട്ട് നീക്കി നോക്കിയതാണ് ഗൈസ്. അതിൻ്റെ നേരെ അടിയിൽ തന്നെ ഒരു മഞ്ചാടി. എന്താ ഇതുണ്ട് കാറന്തട്ട. ഈ കാറന്തട്ട പൊയ്കളുണ്ടാവും, ജീവനുള്ള മഞ്ചാടികൾ എന്ന് പറയാൻ ഗൈസ്. അപ്പോൾ നമ്മൾ മഞ്ചാടി എടുക്കാൻ പോകുമ്പോൾ അവിടെ കാറന്തട്ട പോയി ഇങ്ങനെ അരിച്ചേക്കാരും. കാറന്തട്ട പറഞ്ഞൊരു പഴമുണ്ടല്ലോ, അതുള്ള അങ്ങനെ ജസ്റ്റ് ഇവിടത്തൊക്കെ മഞ്ചാടി കിട്ടുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ അടിച്ചടിച്ച് നോക്കാം. ചമൽ മാറ്റി നോക്കുകയാണ്. അത് അവിടെ ഒരു മഞ്ചാടി ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു മഞ്ചാടി. ഇവിടെ ഒരു മഞ്ചാടി, നിറച്ച് മഞ്ചാടി കിട്ടുന്നുണ്ടല്ലോ. ഈ മഞ്ചാടി കൊണ്ട് വീണു അത് കണ്ടിട്ട് ഉണ്ട്. കണക്കൊക്കെ പഠിക്കാൻ ഗൈസ്. ഇതാണ് മഞ്ചാടിൻ്റെ മരം. മഞ്ചാടി കൊണ്ട് കണക്കടിച്ചാൽ കണക്കൊക്കെ പഠിച്ചാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ കണക്ക് പഠിക്കാനല്ലേ നമ്മൾ പരക്കുന്നത്, വെറുതെയാണ്. മഞ്ചാടിൻ്റെ മരം. മഞ്ചാടി പാമ്പുണ്ട് കേസ്. ഇവിടെ കുറേ മഞ്ചാടി പാമ്പുണ്ട്. കണ്ടോ, എനിക്കിപ്പോൾ ഇത്ര മഞ്ചാടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവിടെ ഒരു മഞ്ചാടി പാമ്പ് എന്നാണ് ഞാൻ പറയണേ. അത് എന്താണ് തുറന്നിക്കണ് പൊട്ടിക്കാണ്ട് ഇതൊക്കെ ഉണ്ട്.
ഇന്ന് കുറേ മഞ്ചാടി നിലത്ത് കണ്ടിട്ട് നമുക്ക് അവിടെ പോയി നോക്കാം ഗൈസ്. അവിടെ ഉണ്ടാകുന്നത് ഈ കുത്തനെ പോലുള്ള ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, താറന്നിട്ട് പോയി ചാടിപ്പോയി. ഇതൊക്കെയാണ് കേടാ ഗൈസ്. നമുക്ക് ഇനി മഞ്ചാടി പോയി നോക്കാം. നമ്മളതിൻ്റെ നേരെ അടിയിൽ ഒരു മഞ്ചാടി കണ്ട്, വേറൊരു മഞ്ചാടി കണ്ട്, ഇവിടെ ഒരു മഞ്ചാടി. ഇപ്പം 4 എണ്ണമായി. ഇനി എവിടെ? യെസ്, ഇവിടെ അങ്ങനെ ഇരുന്നുണ്ട്. ഇതാണ് കേസ് നമ്മുടെ മഞ്ചാടി പാമ്പ്. ഉണങ്ങി ചെല്ലുണ്ടെന്ന്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ മഞ്ചാടി ഒന്നുമില്ല. ഇവിടെ ഒരു മഞ്ചാടി, ഇവിടെ മഞ്ചാടി പാമ്പുകളുണ്ട്. അവിടെ ഇവിടെ മഞ്ചാടി, അവിടെ മഞ്ചാടി, ഉള്ളിടത്ത് ഫുള്ള് മഞ്ചാടികളാണ് ഗൈസ്. മഞ്ചാടികൾ. ഇനി എവിടെ മഞ്ചാടി ഉള്ളത് ഗൈസ്? ഒന്ന് കണ്ടിട്ട് അടുത്ത്, ഒന്ന് കാണുമ്പോൾ വേറൊന്ന് കാണാൻ എടുത്ത്, അപ്പം അതെടുക്കുക. അപ്പം ഒന്നിച്ചിങ്ങനെ വിടാൻ നമുക്ക് തോന്നില്ല, എല്ലതും എടുക്കുക. ഇനി പോകാൻ വിചാരിക്കുമ്പോൾ വേറെ കാണും. പക്ഷേ കണ്ട, വീണ്ടും വീണ്ടും മഞ്ചാടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ മഞ്ചാടി ഇവിടെയൊക്കെ നമുക്ക് കാലായിട്ട് തട്ടി തട്ടി ചുമലൊക്കെ മാറ്റി നോക്കാം. അതാക്കണം. ഇവിടെ ഒന്നുണ്ടോ ഒളിച്ച് നിൽക്കുന്നേ ഉണ്ടോ? ഇതാക്കണം കേസ്. മറ്റേ കാളം തട്ടപ്പൂവിൻ്റെ ചെറിയ കുട്ടിയാണത്. ഇപ്പോൾ ഇവിടെ ഉള്ളത് കഴിഞ്ഞ അത് അവിടെ ഒന്ന് ഞാൻ വരുന്ന ബൈക്ക് തന്നെ ഞാൻ നോക്കാൻ പറഞ്ഞതാണ്. ഇത് അവിടെ ഒന്നുണ്ട്. നമുക്ക് പോയാലോ? ഇത്ര മഞ്ചാടി മതിയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് ഇവിടുന്ന് വീണ്ടും ഒന്ന് കിട്ടി. അപ്പം ഈ അടിയിൽ നിന്നായിട്ട് കിട്ടിയതാണ് ഇത്രയും മഞ്ചാടികൾ ഗൈസ്. പിന്നെ മുകളിൽ നിന്നൊന്നും കിട്ടിയില്ല. പിന്നെ നമുക്ക് നമ്മുടെ മഞ്ചാടി പാമ്പ് ഇട്ടെടുത്ത് വയ്ക്കേണ്ട. ആ മഞ്ചാടി പാമ്പിനെ എടുത്ത് കണ്ട് നമുക്ക് മഞ്ചാടി പാമ്പ് അൺബോക്സ് ചെയ്യാൻ പോകാം ഗൈസ്. അൺബോക്സ് ഓൾറെഡി സ്വന്തമായിട്ട് തുറന്നിക്കണേ. എന്താണ് മഞ്ചാടി പയർ എന്നൊക്കെ ഞാൻ കണ്ടിട്ട് തോന്നുന്നത്. മഞ്ചാടി പയർ, ഉള്ളിൽ പയറും കുരിനൊക്കെ മഞ്ചാടി ഗൈസ്. നമുക്കിത് ഇനി അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ഓൾറെഡി വെറുതെ പറയാം. എന്നാലും മഞ്ചാടി നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം, മഞ്ചാടി പാമ്പിനെ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാൻ പോകാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് മഞ്ചാടി പാമ്പിനെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിനെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ മഞ്ചാടി പാമ്പ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കണ്ട, മുകളിലൊക്കെ കുറേ മഞ്ചാടികൾ നിൽക്കുന്നു. ഈ മഞ്ചാടികളൊക്കെ കാണുന്നില്ല. ഇനി നമുക്ക് തുറന്ന് നോക്കാം ഗൈസ്. തെറിക്കാൻ സാധ്യതയുണ്ട്, എന്നാലും കുഴപ്പമില്ല. കേട്ടോ, ഞാൻ തുറന്ന് ഇതിൻ്റെ മുകളിൽ ചുരുണ്ടൊക്കെ നിൽക്കുന്നത് ഇതാണ് മഞ്ചാടി. ഈ സൈഡിലും ആ സൈഡിലായി നിൽക്കണം ഗൈസ് മഞ്ചാടികളെ. അപ്പം നമുക്ക് ഇതിനെ ഓരോന്നിച്ച് പറിച്ചിങ്ങനെ ഇടാം. അതിന്മ കഴിഞ്ഞ് ഗൈസ് നമുക്ക് ഓരോ മഞ്ചാടി വെച്ച് ഇങ്ങനെ പറിച്ചിടാം. ഈ മഞ്ചാടിൻ്റെ കടങ്കഥ കാട്ടിലൊരു തുള്ളിച്ചോര, എന്ത് മഞ്ചാടി. ആ മഞ്ചാടിയാണ് ഗൈസ് നമ്മളെ കൈക്കൽ ഇപ്പോൾ കുറേ ഉള്ളത്. അപ്പം നമുക്ക് അടുത്ത മഞ്ചാടി പാമ്പ്. അത് ഗൈസ് ഒന്ന് തെറിച്ച് പോയി ഗൈസ്. ഞാൻ ആ മഞ്ചാടി എടുത്ത് വന്നിട്ടുണ്ട്, തെറിച്ച് പോയാൽ. അല്ല, ഒന്നിനും വെറുതെ വിടരുതല്ലോ. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടെ മഞ്ചാടി പാമ്പ്. ഇതിൽ ഒരു പ്രത്യേകതരമായൊരു കാര്യമുണ്ട്. ഇവിടെ ഒന്നാണെങ്കിൽ അടുത്തതിൻ്റെ അവിടേക്ക് വരാം. ഒരു സൈഡിലൊന്ന് മറ്റു സൈഡിലൊന്ന്, ഒരു സൈഡിലൊന്ന് മറ്റു സൈഡിലൊന്ന്, അങ്ങനെയാണ് ഇതിലുള്ളത്. അപ്പം നമുക്ക് ഓരോന്നിച്ച് ഇനി പറിച്ച് കണ്ട് ഇങ്ങനെ ഇടാം. ഓരോന്നിച്ച് ഇങ്ങനെ പറിച്ചിടുന്നുണ്ട്. 1 2 3 4 5 അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. ഗൈസ് ഒരു കുയിലൊരു മഞ്ചാടികളാണ് ഗൈസ്. ഇതിൽ കണ്ടോ, ഒരു മഞ്ചാടി ഉണങ്ങി മഞ്ചാടി ചത്തുപോയി ഗൈസ്. മഞ്ചാടി ജീവൻ. എന്നാലും ഇത് അപ്പോൾ നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് അതിനെ ഒഴിവാക്കാം. നമുക്ക് ബാക്കിയുള്ള ഞാൻ എടുത്ത് വെക്കാം ഗൈസ്. കണ്ട, ഇവിടെ ഒരു മഞ്ചാടി വിളിച്ചത് ഞാൻ കാണാതെ പോയി. അപ്പോൾ നമ്മൾ മഞ്ചാടി പാമ്പ് എന്നുള്ള മഞ്ചാടി ഫുള്ള് ഊരെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെന്താ പറയുന്നത് കമൻറ്റ് ബോക്സിൽ പറയുക ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്തത് ഇത്രയും മഞ്ചാടിയാണ് നമുക്ക് ഈ 2 മഞ്ചാടി പാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മറ്റിടത്തേക്ക് പോയില്ല.
മറ്റേടത്ത് നിന്ന് മഞ്ചാടി പാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലാതെ നമ്മൾ പെറുക്കിയെടുത്തില്ലേ, അതും പിന്നെ ഓൾറെഡി ഞാൻ വെച്ച മഞ്ചാടികളായിട്ടുള്ള കുറച്ച് മഞ്ചാടിയാണ്, അത് നമുക്കൊന്ന് എടുക്കാം. നിലത്ത് കുറച്ചൊക്കെ മഞ്ചാടികളുണ്ട്, കുറച്ചല്ല കുറേ മഞ്ചാടികളുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് എടുക്കാം. കിട്ടുന്നില്ലല്ലോ ഗൈസ്. നമ്മൾ ആ മഞ്ചാടികൾ എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഗൈസ് ഇത്രയുമുണ്ട്. പിന്നെ ഈ മഞ്ചാടി കൂടാതെ ഇന്ത്യക്ക് ഉള്ളിലും ഉണ്ട് കേട്ടോ കുറച്ച്. അത് ഇപ്പം എടുത്തതല്ല, എന്നാലും എന്നോ കുറേ മുമ്പ് എടുത്തതാണ്. അപ്പോൾ ഇത്രയും നല്ല മഞ്ചാടികളുണ്ട്. അപ്പോൾ നമുക്കെല്ലാം നിലത്തേക്ക് ഇടാം. കുറേ മഞ്ചാടികളുണ്ട്. ഇത് എത്ര ഉണ്ട്? ഈ മഞ്ചാടിയൊക്കെ നല്ല ഭംഗിയാണ് ഗൈസ്, ചോപ്പ് കുരുകുരു പോലെ. അപ്പോൾ ഗൈസ് നമുക്കിനി ഇത് സൂചിയിട്ട് ഓട്ട കുത്താൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇതായിട്ട് മാല ഉണ്ടാക്കുന്നത്. പക്ഷേ സൂചിയായിട്ട് കുത്തിയാൽ ചിലപ്പോൾ സൂചി പൊട്ടിപ്പോകും ഗൈസ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴോ മാല ഉണ്ടാക്കിയിട്ടാണ്, മാല കോർക്കാം. നമുക്ക് വേറെ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കാം. കൈയാണ് ഞാൻ വിടേണ്ടത്. അപ്പോൾ ഗൈസ് ആ മഞ്ചാടി ഗൈസ്, ഇത്ര മഞ്ചാടിയാണ് ഗൈസ് ഉള്ളത്. ഉണ്ടോ? നല്ല നല്ല മഞ്ചാടികൾ. മാല ഉണ്ടാക്കാം, പക്ഷെ സൂചി പൊട്ടിപ്പോകും എന്ന് വിചാരിച്ചിട്ട് ഓട്ട കുത്താൻ പറ്റില്ല. ഇത് മഞ്ചാടി പാമ്പുകളെ ഇതിന് ആവശ്യമില്ല ഗൈസ്. നമുക്ക് ഇനി മഞ്ചാടി മാത്രം മതി. ഉണ്ടോ? ക്യൂട്ട് മഞ്ചാടികൾ. ഇത് എത്ര ഉണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 55 56 57 58 59 60 61 62 63 64 65 66 67. ഇപ്പോൾ 67 മഞ്ചാടികളാണ് ഇത് ടോട്ടലായിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഇത്രയും മഞ്ചാടികൾ ഞാൻ പെറുക്കിയത്. അപ്പോൾ ഇത്രയും മഞ്ചാടി ഞാൻ സംഭവം കാണിച്ചു തരാം. അപ്പം നേരെ പോവാം. അപ്പോൾ എല്ലാവർക്കും മഞ്ചാടി കൊണ്ട് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.